കർത്താവിൻ്റെ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. പകലത്തെ അധ്വാനത്തിൻ്റെയും ബദ്ധപ്പാടുകൾക്കുമൊക്കെ ശേഷം ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കടന്നു വരുവാനും ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ആലോചനകൾ വീണ്ടും ശ്രദ്ധിക്കുവാനും സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വലിയ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ഇന്നു രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ വിവിധ ഇടങ്ങളിലിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന വിഷയം സൗന്ദര്യമുള്ള ദൈവസഭ എന്നുള്ളതാണ്. അതിൻ്റെ 7 ആശയങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. 3-ാമത്തെ ആശയത്തിൽ നാം നിൽക്കുന്നതേയുള്ളൂ. 4 ആഴ്ചകൾ നമ്മുടെ മുമ്പാകെ വളരെ പെട്ടെന്ന് പോയി, ഇന്നൂടെ കൂടി. ഇനിയും ഒരാഴ്ച കൊണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് എനിക്കറിയില്ല. എന്നാൽ കഴിവതും നമ്മുടെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. കർത്താവ് നമുക്ക് കൃപ നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം ഈ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ചപ്പോൾ പ്രിയ അങ്കിൾ ഓർപ്പിച്ചതുപോലെ മാനുഷിക ശബ്ദമല്ല ദൈവിക ആലോചനകൾ. അത് ഇന്നു രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. അതിന് മുമ്പാകെ നമുക്കേവർക്കും ദൈവസന്നിധിയിൽ വളരെ വിനയത്തോടും ദൈവിക ആലോചനകൾക്ക് മുമ്പാകെ നമ്മെ തന്നെ ഒരുക്കപ്പെടുന്നതിനും കുറവുകളെ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന പക്ഷം അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനുമൊക്കെ കാരണമായിട്ട് തീരട്ടെ. നമ്മുടെ കർത്താവിനോട് കൂടുതൽ അടുത്തും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും നിലനിൽക്കുവാൻ വീണ്ടും ദൈവം കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് മുഖവുര കൂടാതെ ഞാൻ കടന്നു വരട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് എഫെസ്യ ലേഖനം 5-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇരുവരും ഒരു ദേഹമായി തീരും എന്നുള്ള കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീക സത്യമായിരുന്നു. ആക്ഷരികമായി 2 വ്യക്തിത്വങ്ങളായിരിക്കുന്നവർ തമ്മിൽ വിവാഹമെന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലൂടെ ദൈവസ്ഥാപിതമായ വിവാഹത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അവർ ഇനി മേലാൽ 2 അല്ല, ഒരു ദേഹമാണ്. ആക്ഷരികമായിട്ടവർ 2 എങ്കിലും ദൈവത്തിൻ്റെ വചനം ഒരു ഭാര്യ ഭർത്താവിന് കൊടുത്തിരിക്കുന്ന ബന്ധം അവർ 1 എന്നുള്ളതാണ്. ആ ആശയത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. യൂണിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് അത് എന്ന് ഞാൻ പറയുവാൻ ഇടയായിട്ട് തീർന്നത്. പൗലോസ് അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വരുമ്പോൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ കുടുംബജീവിതത്തെ ഭാര്യ ഭർത്താക്കന്മാരുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. അപ്പോൾ ഈ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധത്തെ പൗലോസ് കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധമായിട്ടാണ്. അപ്പോൾ ആ ആശയത്തിൽ വേണം നമുക്ക് ഈ വിഷയത്തെ മുമ്പോട്ട് ചിന്തിക്കുവാനായിട്ട്. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ എഫെസ്യ ലേഖനം 5:31 പൗലോസ് പറഞ്ഞത് യൂണിറ്റി എന്നുള്ള വിഷയമാണ് നാം ചിന്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആരംഭ ഭാഗമൊക്കെയും നാം പറഞ്ഞതാണ്. ഞാൻ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണ് എന്ന് വരികിൽ, കൊരിന്ത സഭയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നും ആരംഭിക്കുവാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. കൊരിന്ത സഭ ദൈവത്തിനു വേണ്ടി ഏറെ പ്രയോജനപ്പെട്ട ഒരു സഭയായിരുന്നു എന്ന് ആ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഒരുപക്ഷെ ബൈബിൾ വെളിപ്പെടുത്തുന്ന മറ്റു സഭകളെക്കാളൊക്കെ ഏറ്റവും ആത്മീക സമ്പത്തുണ്ടായിരുന്ന ഒരു ദൈവസഭയായിരുന്നു കൊരിന്ത് സഭ. എന്നാൽ ആ കൊരിന്ത് സഭ ബൈബിൾ വെളിപ്പെടുത്തുന്ന സഭകളിലേക്കും ഏറ്റവും അധപ്പതിച്ച നിലവാരം പുലർത്തുന്ന ഒരു സഭയായിട്ട് തീരുവാൻ ഇടയായിത്തീർന്നതിൻ്റെ കാരണമായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത് അവർക്കിടയിലുണ്ടായിരുന്ന ഭിന്നതയായിരുന്നു, പിണക്കമായിരുന്നു, യൂണിറ്റി ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഏതൊരു ദൈവസഭയുടെയും പുരോഗമനത്തിനു വേണ്ടിയും അതിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയും അതിൻ്റെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയും ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം എന്ന് പറയുന്നത് അത് ഐക്യതയിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. ഞാനത് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഒക്കെ നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നല്ലോ. ഞാൻ അവിടേക്ക് വരുന്നില്ല. എന്നാൽ കൊരിന്ത് സഭ അത് ഭിന്നതയുള്ള ഒരു സഭയായിരുന്നു. അവർക്കിടയിൽ ചില ഭിന്നതയുണ്ടായി.
അതിൽ നിങ്ങൾക്കറിയാം, ആ ഭിന്നത രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പിണക്കമുണ്ടായപ്പോൾ, ക്ലോവയുടെ ആളുകളാൽ പൗലോസിന് ഈ വിഷയം സംബന്ധിച്ച് ചില അറിവുകൾ ലഭിച്ചപ്പോൾ, പിന്നീട് നാം താഴേക്ക് വരുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ചിലർ പൗലോസിൻ്റെ പക്ഷക്കാർ, ചിലർ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാർ, ചിലർ കേഫാവിൻ്റെ പക്ഷക്കാർ എന്ന് പറഞ്ഞ് പക്ഷം തിരിഞ്ഞു. അതിലേറ്റവും ശ്രദ്ധേയമായത് അടുത്തൊരു കൂട്ടരെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അവർ പറയുകയാണ്, ഞങ്ങൾ കർത്താവിൻ്റെ പക്ഷക്കാർ. പൗലോസ് അവരെ ശാസിക്കുകയാണ്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വിഭാഗിക്കപ്പെട്ടുവോ എന്ന് ചോദിച്ച് അവരെ ശാസിച്ചമർത്തുന്ന വാക്കുകൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് കാരണം? 3 കൂട്ടം ആളുകൾ അപ്പൊല്ലോസിൻ്റെയും കേഫാവിൻ്റെയും പൗലോസിൻ്റെയും പക്ഷം ചേർന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റു, അവരെ ഞാൻ ആത്മീകരെന്ന് വിളിക്കുക. പക്ഷേ അവരും ചെയ്തത് തെറ്റിപ്പോയി. അവർ പറയുക, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനാണ്. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ പക്ഷമെന്ന് പറഞ്ഞുകൊണ്ടൊരു പക്ഷം ചേരാൻ പാടില്ലാത്തവരാണ്. അതുപോലും അവർക്കിടയിൽ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, എന്താ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്? അവർക്കിടയിൽ വ്യാപരിച്ചിരുന്ന ആ പിണക്കമോ ആ ഐക്യതയില്ലായ്മയോ പരിഹരിക്കുവാൻ അവർ ശ്രമിക്കുന്നതിനേക്കാൾ അപ്പുറമായി ആ വിഷയത്തിൻ്റെ മേൽ അവർ ഗ്രൂപ്പിസം ഡെവലപ്പ് ചെയ്യുവാനിടയായിട്ട് തീർന്നു. ഇത് ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭകളിൽ കണ്ടുവരുന്ന ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. നാം അറിയുന്നത് പോലെ ഏത് സാഹചര്യത്തിലും എവിടെയും ചെല്ലുമ്പോൾ അവിടെയെല്ലാം പ്രത്യേകിച്ച് കേൾക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ചില നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പക്ഷം ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം. അതല്ലയോ ഇന്ന് ദൈവസഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരും തന്നെ ദൈവവചനം സംബന്ധിച്ചും ദൈവസഭയോടുള്ള ബന്ധത്തിലും ആത്മീക പക്വത ഉള്ളവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തുറന്ന് പറയട്ടെ, ഈ പിണക്കമുള്ളപ്പോൾ തന്നെ അതൊരു പക്ഷം ചേരലിന് കാരണമായിട്ട് തീരുന്നു. അവിടെ എവിടെയായിട്ട് അല്പമായ ഭിന്നതയുണ്ടാകുമ്പോൾ അത് പക്ഷക്കാരായിട്ട് മാറുകയാണ്. പ്രശ്നം പരിഹരിക്കുവാൻ നമുക്ക് കഴിയും, പക്ഷേ പരിഹരിക്കുവാനുള്ള മനസ്സ് നമ്മളിലില്ലാതെ ജഡത്തിൻ്റെ ഇഷ്ടമായിരിക്കുന്ന പ്രവൃത്തിയായിരിക്കുന്ന ഭിന്നതയും പിണക്കവും നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ആത്മീക നിലവാരത്തെക്കാൾ അപ്പുറമായി ജഡത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പിന്നാലെ നാം ഓടുകയാണ്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയും നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഉന്നമനത്തിനു വേണ്ടിയും ഒക്കെയാണ് പലപ്പോഴും ഈ പിടിവാശി നാം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. അവിടെ അങ്ങനെ നാം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവസഭയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് കാണുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. അപ്പോൾ കൊരിന്ത് സഭയുടെ പ്രശ്നം, കൊരിന്ത് സഭ ഇത്രത്തോളം അധപ്പതിക്കുവാൻ ഇടയായിത്തീർന്നതിൻ്റെ കാരണം അവിടെ രേഖപ്പെടുത്തിയത് അവർക്കിടയിൽ ഭിന്നതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഭിന്നത പിന്നെ എവിടം വരെ എത്തി? ഏറ്റവും വലിയ പാപം, ജാതികളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവനെന്ന് വിശേഷിപ്പിക്കത്തക്ക തരത്തിൽ നടപ്പിൽ ജീവിക്കുന്ന ആളുകളുള്ള ഒരു സഭയായി കൊരിന്ത് സഭ അവിടെ തീരുവാനിടയായിട്ട് തീർന്നു. എന്താ അവിടെ എത്തിച്ചേരുവാൻ കാരണം? എന്തുകൊണ്ട് ഇത്രമാത്രം അധാർമികമായ അവസ്ഥയിലേക്ക് ആ സഭ എത്തിച്ചേർന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപാവരങ്ങളുടെ വിനിയോഗത്തെ തെറ്റായ വിധത്തിലേക്ക് കൊണ്ടുപോയത്? എന്തുകൊണ്ടാണ് അവർക്ക് കൊടുത്ത ഭാഷാവരത്തെ ഇത്രമാത്രം താക്കീത് ചെയ്ത് ഉപയോഗിക്കേണ്ട വിധങ്ങളെ ശാസിച്ചുപയോഗിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് സ്നേഹത്തെക്കുറിച്ച് പൗലോസ് വീണ്ടും അവലംബിക്കേണ്ടതായിട്ട് വന്നത്? ഇതിൻ്റെ എല്ലാം കാരണം കൊരിന്ത്യ സഭയ്ക്കകത്ത് ഭിന്നത വ്യാപിച്ചു. ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയും ഇല്ലാത്തവരായിട്ട് കൊരിന്ത്യ സഭ തീർന്നു. അതുകൊണ്ട് തന്നിഷ്ടപ്രകാരം ചെയ്തു. അതല്ലയോ ഇന്നും ഈ ആധുനിക ലോകത്തിൽ സംഭവിക്കുന്ന എന്താ നമുക്കറിയാം. കൃപാവരങ്ങളുടെ വിനിയോഗത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അങ്ങിങ്ങായിട്ട് നടക്കുകയാണ്. അത് ഇന്നും തിരിച്ചറിയാൻ കഴിയാത്തവരായിട്ട് ഒരു കൂട്ടം ആളുകൾ തീരുകയാണ്. കൃപാവരത്തിൻ്റെ വിനിയോഗം അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാണ് സ്ഥാനമെന്നും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമാണ് വേണ്ടിയതെന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമ്പോൾ അവിടുന്ന് കലക്കത്തിൻ്റെ ആത്മാവല്ല എന്നുള്ളതുമൊക്കെ നാം ബൈബിളിലൂടെ മനസ്സിലാക്കുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഞാൻ പറയട്ടെ, ഭിന്നതയും പിണക്കവും എന്ന ഈ ചെറിയ ഒരു പ്രശ്നമെന്ന് നാം വിശേഷിപ്പിക്കുന്ന വലിയ പ്രശ്നം, ആ പ്രശ്നം കൊരിന്ത്യ സഭയെ നാമാവശേഷമായി അധപ്പതിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചു ചേർത്തു. ഇനി ഞാൻ അത് മനസ്സിലാക്കാൻ വളരെ ദൈവജനം ഈ പ്ലാറ്റ്ഫോമിൽ കോട്ടയം ദൈവസഭയോടുള്ള ബന്ധത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളുടെ അറിവിലേക്ക് ഞാൻ ഇതിൻ്റെ ഗൗരവം ഒന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ
11-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. വളരെ സുപരിചിതമായ ഒരു അധ്യായമാണല്ലോ 11-ാം അധ്യായം. പൗലോസിനോട് കൊരിന്ത്യയിലെ സഭയിലുള്ള ആളുകൾ എഴുതി ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ് 7-ാം അധ്യായം മുതൽ മുമ്പോട്ടുള്ള അധ്യായങ്ങൾ വരുന്നത്. അതെല്ലാം ഞാൻ പറയുവാനായിട്ട് ഈ സമയം ഉപയോഗിക്കുന്നില്ല. ഓരോ അധ്യായവും ഓരോ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ 11-ാം അധ്യായത്തിൽ പ്രമാദമായിരിക്കുന്ന 2 വിഷയങ്ങൾ പൗലോസ് അവരുടെ ചോദ്യത്തിന് മറുപടി എന്നവണ്ണം നൽകുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: സ്ത്രീകൾ തലയിൽ മൂടുപടമിടുന്നത്. ആ വിഷയവുമായിട്ട് സംബന്ധിച്ചുള്ള ഉത്തരം പൗലോസ് പറഞ്ഞിട്ട് 11-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുക, മൂടുപടം ഇടുന്നതുമായി ബന്ധപ്പെട്ട്. എന്താ അവിടെ പറഞ്ഞത്? അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വിഷയം സംബന്ധിച്ച്, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല, ആരെങ്കിലും തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല. ഇതാണ് പൗലോസിന് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ കൺക്ലൂഷൻ പറയാനായിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പിൽ അത് ഇടേണ്ടതിൻ്റെ ആവശ്യകതയെ പൗലോസ് ഉപയോഗിക്കുകയുണ്ടായി. എന്നിട്ട് കൺക്ലൂഷൻ പറഞ്ഞു, ഇനി ഇതിനു വേണ്ടി ഒരു ഡിബേറ്റിൻ്റെ ആവശ്യമില്ല, ഇടുന്നത് ശരിയോ ഇടുന്നത് തെറ്റോ, ഒരു ഡിബേറ്റിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു മര്യാദ ദൈവസഭയ്ക്കൊന്നുമില്ല, ഇതാണ് പ്രമാണം, ഇത് നിനക്ക് അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിക്കുക. ഈ ഭാഷാശൈലിയിൽ പൗലോസ് അവർക്ക് ആ ആശയത്തെ പങ്കുവയ്ക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷമുള്ള ഭാഗം 17 മുതൽ താഴേക്ക് വരുന്നുള്ള ഭാഗം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആഴ്ചകളിലും ദൈവത്തിൻ്റെ ജനം ആ ദൈവത്തെ ആരാധിക്കുവാൻ ഒരുമിച്ച് കൂടി വരുന്ന സമയങ്ങളിലൊക്കെയും വായിക്കുന്ന ഒരു ഭാഗമാണ്. ഇത് വായിക്കുന്ന സമയം നിങ്ങൾക്കെല്ലാം അറിയാം. ഇത് വായിക്കുന്ന സമയം നിങ്ങൾക്കറിയാം, കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിലാണ്. കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ സഭാ നേതൃത്വം പലപ്പോഴും ഈ ഭാഗം വായിച്ച് കേൾപ്പിക്കാറുണ്ട്. എന്നാൽ അത് വായിക്കുമ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നാം വായിക്കുന്ന ഭാഗം 23-ാമത്തെ വാക്യം മുതലാണല്ലോ. അങ്ങനെയാണല്ലോ ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. പക്ഷെ വാസ്തവത്തിൽ എന്തുകൊണ്ട് നമ്മൾ 23-ാം വാക്യത്തിൽ പോയി എന്നുള്ളത് എനിക്കറിയില്ല. ആ വിഷയത്തെ പെട്ടെന്ന് ഫോക്കസ് ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സമയം കുറയ്ക്കാനായിരിക്കാം നമ്മൾ ആ ഭാഗം വായിക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് അവിടെയല്ല. ഈ വിഷയത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് അവിടെയല്ല, അത് കുറിക്കുന്നത് 17-ാം വാക്യമാണ്. ഇനി 17-ാം വാക്യത്തിൻ്റെ ആരംഭത്തിലേക്ക് നിങ്ങളൊന്ന് വന്നേ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? പറയാൻ പോകുന്ന വിഷയം കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിലാണ്. മേശയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറഞ്ഞിട്ട് പറയാണ്, ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. എന്നിട്ട് അടുത്ത വാക്ക്, നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നു. അടുത്ത വാക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായോ? പൗലോസ് എന്തിനാണ് പറഞ്ഞത്? കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ ഞാൻ ആജ്ഞാപിക്കാൻ പോവുകയാണ്. അതാണ് അടുത്ത വിഷയം, അതാണ് കോണ്ടെക്സ്റ്റ്. 19 തൊട്ട് താഴേക്കുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നതെന്ന് പറഞ്ഞ് പൗലോസ് അവിടെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിലുള്ള ഒരു വിഷയം പറയാൻ പൗലോസ് തുടങ്ങിയിട്ട് പറയാണ്, ഞാൻ ആജ്ഞാപിക്കാൻ പോകുന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല, കാരണം നിങ്ങൾ കൂടി വരുമ്പോൾ നന്മയ്ക്കല്ല അത് തിന്മയ്ക്കത്രേ കാരണമായിട്ട് തീരുന്നു. എന്താ അതിൻ്റെ കാരണം? നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി ഈ വൈകിയ സമയത്ത് ദൈവസഭയോട് ഞാൻ ഓർപ്പിക്കാം, ഈ വിഷയത്തിൻ്റെ ഗൗരവം ദൈവജനം മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അതീവ ഗൗരവമാണ്, വളരെ സെൻസിറ്റീവായിരിക്കുന്ന ഒരു വിഷയമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം, ഒരു കാര്യം സെൻസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ജമ്മു കാശ്മീരിനെയൊക്കെ സംബന്ധിച്ച് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ് ലഡാക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ ബോർഡർ, ഈ സ്ഥലങ്ങളൊക്കെ വളരെ സെൻസിറ്റീവാണ് എന്ന് പറയുന്നതിന് കാരണം ഏത് നിമിഷവും എന്തും സംഭവിക്കുവാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ ഞാൻ ആ പദം തന്നെ അങ്ങ് കൊണ്ടുവരികയാണ്. അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എന്താ അത് പറയാൻ കാരണം? അതിന് കാരണം പൗലോസ് പറയുന്നത് 28-ാമത്തെ വാക്യമാണ്. നോക്കുക, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം
പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലായോ? കർത്താവിൻ്റെ മേശ അലക്ഷ്യമായി എടുക്കുന്ന, ആ മേശയിലേക്ക് അലക്ഷ്യമായി കൈകൾ വയ്ക്കുന്ന ഏതൊരു വ്യക്തിയും വളരെ സൂക്ഷിക്കണം. നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഇത് നിങ്ങൾക്ക് ന്യായവിധിക്ക് കാരണമായിട്ട് തീരും. അപ്പോൾ തന്നെ ഇതിനോട് നിങ്ങൾ നേരായ വണ്ണം സമീപിച്ചാൽ ഇത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും. അപ്പോൾ ഒരു വളരെ ഭയം നൽകുന്ന ഒരു വിഷയമാണ് പൗലോസ് ഇവിടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷയുടെ വലിപ്പം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരേണ്ട ആവശ്യമില്ല. ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടി വരുന്നതിൻ്റെ കാരണം ക്രിസ്തു എന്ന ഏക പുരുഷൻ നിമിത്തമാണ്. അവിടുത്തെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട നിമിത്തമാണ്. ആ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഏക കാരണമാണ് ഗോത്രങ്ങളിലും ഭാഷകളിലും വംശത്തിലും ജാതികളിലും നിന്ന എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ചേർക്കുവാനിടയായിട്ട് തീർന്നത്. അതാണ് നമ്മെ ഒരുമിപ്പിച്ച വിഷയമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിൻ്റെയും ഒഴുക്കപ്പെട്ട രക്തത്തിൻ്റെയും ഓർമ്മയായിരിക്കുന്ന, സ്മരണയായിരിക്കുന്ന കർത്താവിൻ്റെ മേശ, അത് നാം ആചരിക്കുമ്പോൾ അതിൻ്റെ മുമ്പാകെ ചെന്നു നിൽക്കുന്ന ഓരോ വ്യക്തിയും വളരെ സെൻസിറ്റീവായിട്ട് ആ വിഷയത്തെ കാണണം. ഇതാണ് പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? കൂടി വരുന്നിടത്ത് നന്മയ്ക്കല്ല, അത് തിന്മയ്ക്ക് കാരണമായിട്ട് തീരുന്നു. എന്തുകൊണ്ടാണ് തിന്മയ്ക്ക് കാരണമായി തീരുന്നു എന്ന് പറയുന്നത്? എന്നിട്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആശയം മനസ്സിലായോ? ഈ ഭിന്നതയുണ്ടെന്ന് കേൾക്കുന്നു എന്ന് ഇവിടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുന്നതിന് കാരണം എന്താ? ഇതിന് മുമ്പിൽ പറഞ്ഞില്ല. സ്ത്രീകൾ തലയിൽ മൂടുപടം ഇടണം എന്ന വിഷയം പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞില്ല നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ട് എന്ന് പറഞ്ഞില്ല. അതിനു മുമ്പിലുള്ള ഭാഗത്ത് വിവാഹത്തെ സംബന്ധിച്ച് 7-ാം അധ്യായത്തിൽ പറയുമ്പോഴും സ്ത്രീയോടുള്ള ബന്ധത്തിൽ പറയുമ്പോഴും ഒന്നും ഈ വിഷയം പറഞ്ഞിട്ടില്ല. പക്ഷെ പൗലോസ് ഇവിടെ പറയാം ഭിന്നതയുണ്ടെന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ആശയം മനസ്സിലായോ? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് ക്ലോവയുടെ ആളുകളാൽ ഭിന്നതയുണ്ടെന്ന് കേട്ടു എന്ന് നാം പറയുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ആ ഭിന്നതയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ദിവസങ്ങളോ നാളുകളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആയിക്കൊള്ളട്ടെ, ഇവർക്കിടയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അതേ ആശയത്തിൽ പൗലോസ് പറയുകയാണ്, ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ഈ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അതുകൊണ്ട് ഈ ഭിന്നത വെച്ചുകൊണ്ട് ആരും കർത്താവിൻ്റെ മേശയിലേക്ക് അടുക്കരുത്. നാം 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വിഷയം അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ നമുക്ക് പറയുവാൻ കഴിയുന്ന ഒറ്റ വാക്യമുള്ളൂ, തന്നെത്താൻ ശോധന ചെയ്യണം. എത്ര മനോഹരമായൊരു വാക്കാണ്. നാം അതിൽ ഒത്തിരി ആശ്വസിക്കാനുണ്ട്. ഞാൻ ഓക്കെയാ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് ആരോടും ഒരു കുഴപ്പവും ഇല്ലല്ലോ, പുള്ളിയല്ലയോ എന്നോട് മിണ്ടാത്തത്, പുള്ളിയല്ലയോ എനിക്ക് കൈ തരാത്തത്, പുള്ളിയല്ലയോ എന്നോട് സംസാരിക്കാത്തത്, അദ്ദേഹമല്ലയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ പോകും. ഇങ്ങനെയൊക്കെ നാം പലപ്പോഴും ചിന്തിക്കാറില്ലയോ ദൈവമക്കളെ? പറയട്ടെ, അത് നാം പലപ്പോഴും ചെയ്യാറുണ്ട്. എന്നാൽ അത് ഭിന്നതയുടെ ഭാഗമാണ്, അത് പിണക്കത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ പിണക്കത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്കൂളിൽ, എൻ്റെ ബാല്യത്തിലും നിങ്ങളെയൊക്കെ ബാല്യത്തിലുള്ള ചില ഓർമ്മകളായിരിക്കാം അത്. സ്കൂളിൽ പണ്ട് കുട്ടികൾ ചെയ്യുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ കൂട്ടുകാരിയോ കൂട്ടുകാരനോ ഒരു മിഠായി കൊണ്ടുവന്നാൽ ആ മിഠായി നമ്മൾ ചോദിക്കും. അത് അന്നത്തെ 10 പൈസയുടെ 5 പൈസയുടെ മിഠായി ആണെങ്കിൽ അതിനൊരു വിലയും മൂല്യവും ഉണ്ടായിരുന്നല്ലോ. ആ മിഠായി ചോദിക്കുമ്പോൾ ആ മിഠായി വായിലിട്ട് അവൻ്റെ ആ പുഴുപ്പല്ല് കൊണ്ട് കടിച്ചെങ്കിലും നമുക്ക് എത്രയോ സ്വാദായിരുന്നത്. ആ മിഠായിയുടെ അംശം നമുക്ക് തരും. ഇനി തന്നില്ല എന്ന് വരികിൽ ഉടനെ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ നിന്നോട് കൂട്ടുവെട്ടി എന്ന് പറഞ്ഞിട്ട് ഈ 2 കവിളൂടെ വീർപ്പിച്ച് അത് തമ്മിൽ ചേർത്തടിച്ച് പറയുമായിരുന്നു, ഞാൻ നിന്നോട് കൂട്ടുവെട്ടി എന്ന്. അപ്പോൾ ആ കൂട്ടുവെട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ മുതൽ ഈ മിഠായി കൊടുക്കാത്തയാൾ ഇവനോട് പറയും, അല്ലെ ഇവളോട് പറയും. എന്താ പറയുന്നത്? ഞാൻ നിനക്കൊരു മിഠായി തരാം, എന്നോട് കൂട്ടുകൂടാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയുകയാണ്,
മിഠായി തരികയാണെങ്കിൽ ഞാൻ കൂട്ടുകൂടാം. അങ്ങനെ എത്രയോ മിഠായി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, എത്രയോ മിഠായികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ബാല്യകാലത്തിൽ ഒരു ചെറിയ പിണക്കം പോലും പരിഹരിക്കുവാൻ 5 പൈസയ്ക്ക് പോലും വിലയില്ലാതെ ആ കാലത്തുണ്ടായിരുന്ന കൊച്ചു മിഠായികൾ കൊടുത്തും കൊച്ചു പെൻസിലുകൾ കൊടുത്തും കൊച്ചു റബ്ബർ കവരെ കൊടുത്തുകൊണ്ട് നമ്മൾ എത്രത്തോളം പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ മക്കളെ. പക്ഷേ ചോദിക്കട്ടെ, എന്തേ ആത്മീകമായിട്ട് ഇത്രയോളം വളർച്ച പ്രാപിച്ചിട്ട്, ആത്മീകമായ പരിജ്ഞാനവും ക്രിസ്തുവിൻ്റെ സ്നേഹവും ദൈവവചനത്തിൻ്റെ മൂല്യവും തിരിച്ചറിഞ്ഞിട്ട് ഇന്നും നമുക്ക് എന്തുകൊണ്ട് ഒരു ചെറിയ വിഷയത്തെ പോട്ടത് വലിയ വിഷയമാകട്ടെ എങ്ങനെ ചെയ്യണമെന്ന് അറിയാമാഞ്ഞിട്ടും നാം എന്തുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുന്നില്ല? അവിടെ വ്യാപിച്ചിരിക്കുന്നത് ആ ഹൃദ്യമായ സ്നേഹമോ വിശുദ്ധിയോ അല്ല, നമ്മളിൽ വ്യാപരിക്കുന്നത് ജഡത്തിൻ്റെ ഇഷ്ടമാണ്. ഈ വിഷയത്തെ ഗൗരവമായിട്ട് കാണണമേ എന്ന് ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിക്കുകയാണ്. ഈ നിങ്ങളുടെ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയിൽ പ്രയാസമുണ്ട് എന്ന അർത്ഥത്തിലല്ല, നിങ്ങൾ പിണങ്ങിയിരിക്കുന്നവരെന്ന അർത്ഥത്തിലല്ല, അവിടെ ഭിന്നതയുണ്ടവരെന്ന അർത്ഥത്തിലല്ല. ഞാൻ ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഒട്ടുമിക്ക ദൈവസഭകളും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ കാരണം അവർക്കിടയിലുള്ള ചെറിയ പിണക്കം അതൊന്ന് പരിഹരിക്കുവാൻ മനസ്സില്ല. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, നമ്മുടെ വലങ്കൈ നീട്ടി സഹോദര എന്ന് പറഞ്ഞ് കൊടുത്ത്, അല്ലേ പോട്ട് സഹോദരൻ ഞാനെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുവാൻ, ആ സഹോദരൻ്റെ മുമ്പിലൊന്ന് ചെന്ന് നിൽക്കുവാൻ നമുക്ക് മനസ്സില്ലാതെ പോയതുകൊണ്ടല്ലയോ പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കിടക്കുന്നത്? പൗലോസ് പറയുന്നു, നിങ്ങൾ കർത്താവിൻ്റെ മേശയോട് അടുക്കുമ്പോൾ എന്തു ചെയ്യരുത്? ഭിന്നത നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം എന്ന് പറയുമ്പോൾ ഒരു വാക്ക് ഞാൻ പറയാം, നമ്മുടെ ഇടയിൽ ഭിന്നതയുണ്ടാകരുത്. എനിക്കൊരു വ്യക്തിയോട് പിണക്കമുണ്ടെങ്കിൽ പ്ലീസ് കർത്താവിൻ്റെ മേശയോട് അടുക്കരുത്. കർത്താവിൻ്റെ മേശയെ ഒരിക്കൽ പോലും എടുക്കുവാൻ ഇടയാകരുത്. അതുകൊണ്ട് കർത്താവിൻ്റെ മേശ ഒരിക്കൽ പോലും പങ്കെടുക്കുവാൻ ഇടയാകരുത്. അത് വലിയ ന്യായവിധിക്ക് കാരണമാകും. പൗലോസ് അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതു നിമിത്തം നിങ്ങളിൽ 29 വാക്യത്തിൽ വായിക്കുന്നു, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് ശിക്ഷാപതി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഞാൻ ആ വാക്കിനെ ഇങ്ങനെ പറയാം, വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. ഒരു സഹോദരന് രോഗം ബാധിച്ചാൽ അവൻ ചെയ്തതുകൊണ്ടാണ് എന്ന് പറയുവാൻ നമുക്ക് പെർമിഷൻ ഇല്ല. മറ്റൊരാളെ വിധിപ്പാൻ ഞാൻ ആളല്ല. എന്നാൽ ഒരു വാക്ക് നമുക്ക് വിലയിരുത്തണം. അതെന്താണ്? ചില രോഗങ്ങൾ കർത്താവിൻ്റെ മേശയെ അലക്ഷ്യമാക്കിയതാണ്. ചില രോഗികളായി തീർന്നിരിക്കുന്നത് കർത്താവിൻ്റെ മേശയെ അലക്ഷ്യമാക്കിയതാണ്. ചിലർ ബലഹീനരായിട്ട് തീരുന്നത് കർത്താവിൻ്റെ മേശയെ അലക്ഷ്യമാക്കിയതാണ്. ചിലർ മരണത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കർത്താവിൻ്റെ മേശയെ അലക്ഷ്യമാക്കിയവരാണ്. അങ്ങനെയാണ് പൗലോസ് പറഞ്ഞത്. അതാരൊക്കെയാണ്, എന്തുകൊണ്ടാണത് ഭവിച്ചത്? ഇത് പറയുവാൻ ഞാനാളല്ല. എന്നാൽ വളരെ ഭയത്തോടെ കാണാം, ദൈവത്തിൻ്റെ ന്യായവിധി കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ ഞാൻ എടുത്തു എന്നുള്ള കാരണത്താൽ എനിക്ക് ഭവിക്കാതിരിക്കട്ടെ. എത്ര ഭയത്തോടെ, എത്ര ഭയഭക്തി ബഹുമാനത്തോടെ ഞാൻ ഏറ്റെടുക്കേണ്ടിയ ഒന്നാണ് കർത്താവിൻ്റെ മേശ. അതിനെ ആരും നിസ്സാരവൽക്കരിപ്പാനിടയാകാതെ, അതിനെ ആരും വില കുറച്ച് കാണുവാനിടയാകാതെ വളരെ ഭയത്തോടെ കർത്താവിൻ്റെ മേശയോട് സമീപിക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്ന വിഷയത്തെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ ആ വിഷയം. പൗലോസ് പറയുന്നു, നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഭിന്നത ഇന്നും നിങ്ങൾ വെച്ച് പുലർത്തുന്നു, പരിഹരിച്ചിട്ടില്ല. അത് പരിഹരിക്കാതെ കർത്താവിൻ്റെ മേശയോട് അടുക്കരുത്. ഇനി കർത്താവ് പറഞ്ഞൊരു വാക്കൂടെ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് വരട്ടെ. കർത്താവ് പറഞ്ഞു, നീ വഴിപാട് അർപ്പിക്കാൻ വരുമ്പോൾ ഒരുവന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിൻ്റെ കോൺഷ്യൻസ്, നിൻ്റെ മനസ്സ് പറയുകയാണ്, അവൻ എന്താ എന്നോടൊന്ന് മിണ്ടാഞ്ഞത്? ഞാൻ നമ്മുടെ ഭാഷയിലൊക്കെ പറയുകയാണ്, എന്താ അവൻ എന്നെ കണ്ടിട്ട് അദ്ദേഹം മിണ്ടാതെ പോയല്ലോ, എന്തുകൊണ്ട് അദ്ദേഹം എന്നോട് മിണ്ടാഞ്ഞത്? ഞാൻ പോയി ഒന്ന് വഴിപാട് കൽപ്പിച്ച് വരട്ടെ, വന്നിട്ട് അവൻ്റെ വീട്ടിൽ പോയി ചോദിക്കാം എന്ന് ചിന്തിക്കണ്ട. അങ്ങനെ കൊണ്ടുവന്ന് ആ വഴിപാട് കൽപ്പിച്ചിട്ട് പ്രയോജനമില്ല. മറ്റൊരാൾക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ട് എന്ന് എൻ്റെ ഹൃദയം പറയുക. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുക കുറച്ച് നാളായാലും അദ്ദേഹം എന്നോട് മിണ്ടുന്നില്ല. അദ്ദേഹം എന്നെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുന്നു. അദ്ദേഹം എനിക്ക് കൈ തരുന്നില്ല. അദ്ദേഹം എന്നോട് ഗൗനിക്കുന്നില്ല. അദ്ദേഹത്തിന് എന്താണോ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് തോന്നിയാൽ, അദ്ദേഹത്തിന് തോന്നണമെന്നില്ലെന്നേ, എന്ന് എനിക്ക് തോന്നിയാൽ നിൻ്റെ വഴിപാട് അവിടെ വെച്ചുകൊള്ളുക, പോവുക, അവനോട് പോയി നിരന്നുകൊള്ളുക, എന്നിട്ട് വന്ന് വഴിപാട് കഴിക്കുക. നോക്കുക, കർത്താവ് എത്ര വ്യക്തമായിട്ട് ആ വിഷയത്തെ നമുക്ക് പറഞ്ഞു തന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ വളരെ ഭയത്തോടെ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ മേശയെ അലക്ഷ്യമാക്കിയെന്ന കാരണത്താൽ നമ്മുടെ വീടുകളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവീക ന്യായവിധി കടന്നു വരാതിരിക്കട്ടെ. നമ്മുടെ തലമുറകളിലേക്ക് ന്യായവിധി പടർന്നു പിടിക്കാതിരിക്കട്ടെ. വളരെ ഭയത്തോടെ ആ വിഷയത്തെ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. ഞാൻ 1-2 ആശയങ്ങൾ പൗലോസ് പറയുന്നത് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തെ വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം വളരെ പരിചയമുള്ളൊരു ഭാഗമാണ്. പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഞാനൊന്ന് വളരെ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, ഈ വാക്കുകളുടെ ഗൗരവം വളരെ ശ്രദ്ധിക്കുക. ക്രിസ്തുവിൽ നിങ്ങൾക്ക് വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രബോധനം വല്ലതും നിങ്ങൾക്ക് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ എന്നങ്ങ് ചിന്തിച്ചു കൊള്ളുക. സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം നിങ്ങളിൽ ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലും ഒരു നിയന്ത്രണത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ഒരാത്മീക വ്യക്തി എന്ന നിലയിലുള്ള ആത്മീക ഫലങ്ങൾ നിങ്ങളിൽ ഉണ്ട് എന്ന് വരികിൽ, അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ആത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും നാം വായിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രവൃത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്നിട്ട് പൗലോസ് പറയുക എന്താ ചെയ്യേണ്ടത്? അടിവരയിട്ടുകൊള്ളുക. ഓരോ ഭാഗവും ഞാൻ വായിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഏക മനസ്സുള്ളവരായി, ഏക മനസ്സ്, അതിന് അടിവരയിടുക. നിങ്ങൾ ഏക മനസ്സുള്ളവരായി. 2, ഏക സ്നേഹം പൂണ്ട്, ഏക സ്നേഹം. 3, ഐക്യമത്യപ്പെട്ട്. അടുത്ത വാക്ക് നോക്കിക്കേ, ഏകഭാവമുള്ളവരായി, ഏകഭാവമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ക്രിസ്തുവിൻ്റെ പ്രബോധനം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ട് എന്ന് വരികിൽ, ഈ പറഞ്ഞിരിക്കുന്നത് ദൈവവചനമാണ് എന്നുള്ള പരിപൂർണ ബോധ്യം, അത് ക്രിസ്തുവിൻ്റെ സന്ദേശമാണെന്നുള്ള ചിന്തയും നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ സ്വീകരിക്കുന്നവരെന്ന് വരികിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രബോധനമുണ്ടെങ്കിൽ, നിങ്ങൾ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് വരികിൽ. 3, നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ. 4, നിങ്ങളിൽ ആർദ്രതയും മനസ്സലിവുമുണ്ടെങ്കിൽ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മലയാളം പദം വളരെ ശ്രദ്ധയാണ്. വല്ല ആർദ്രതയും മനസ്സലിവും എന്ന് പറഞ്ഞാൽ ആർദ്രതയുടെയും മനസ്സിലവിൻ്റെയും ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ. എത്ര വ്യക്തമായിട്ടാണ് പൗലോസ് പറഞ്ഞേ. അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കി. ഇനി ഞാൻ പറയാം, ആ പറഞ്ഞതിൻ്റെ സാരാംശം ഇങ്ങനെ അങ്ങ് പറയാം. എനിക്ക് ഭിന്നതയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സഹോദരനോട് പിണക്കമുണ്ട് എന്ന് വരികിൽ, അത് പരിഹരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല, ഞാനത് ചെയ്യുകയില്ല എന്ന് പറയുന്നു എന്ന് ഒരു വ്യക്തി അങ്ങ് തീരുമാനിക്കുക. ഇല്ലെങ്കിൽ ഇന്നും നമ്മുടെ ഇടയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അസൂയയും പിണക്കവും ഭിന്നതയും, ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ മനസ്സില്ലാതെ ഇന്നും അതേ തെറ്റിൽ തുടർന്നു പോകുന്നെങ്കിൽ അതിൻ്റെ കാരണം പറയുകയാണ്, മുകളിൽ പറഞ്ഞ കാരണമാണ്. എന്തില്ല? ക്രിസ്തുവിൻ്റെ ഒരു പ്രബോധനം സ്വീകരിക്കാൻ എനിക്ക് മനസ്സില്ല. 2, അവിടെ വായിക്കുന്നു, സ്നേഹത്തിൻ്റെ ഒരു കണികയും എന്നിലില്ല, ദൈവസ്നേഹം എന്നിൽ വ്യാപരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ യാതൊരു നിയന്ത്രണത്തിനുമല്ല എൻ്റെ ജീവിതം നയിക്കുന്നത്, അർത്ഥാൽ പരിശുദ്ധാത്മ നിറവിലല്ല. 4, എന്നിൽ യാതൊരു മനസ്സലിവുമില്ല, ആർദ്രതയുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ നാം? രക്ഷിക്കപ്പെട്ട അല്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ നല്ല നാടൻ ജഡീകനാണ്. നാടൻ ജഡീകരെന്ന് ഞാൻ പറഞ്ഞ പൗലോസ് പറഞ്ഞ ആ വാക്കിൻ്റെ ആശയത്തിലാണ്. വല്ല ആർദ്രതയും. ഞാനൊരു തനി നാടനാണ്.
തനി നാടൻ ജഡീകന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയന്ത്രണവുമില്ല. ഉണ്ടെന്നു വരികിൽ ദൈവമക്കളെ കേൾക്കുക, എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് എന്ന് വരികിലും ആ ആത്മാവിൻ്റെ നിയന്ത്രണം ഞാൻ അനുഭവിക്കുന്നു എന്ന് വരികിലും, എന്നിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് ക്രിസ്തുവിൻ്റെ പ്രബോധനം സ്വീകരിക്കുവാൻ മനസ്സുള്ളവനാണെങ്കിൽ, ദൈവ സ്വഭാവമായിരിക്കുന്ന ആർദ്രതയും മനസ്സിലും എന്നിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി പറയട്ടെ, ഞാനും നിങ്ങളും നമ്മുടെ ബൈബിൾ മടക്കി വെച്ച് എനിക്കെൻ്റെ കൂട്ടു സഹോദരനോട് പിണക്കമുണ്ടെങ്കിൽ ഇന്നു രാത്രി പരിഹരിക്കും. ഇന്നു രാത്രി ഞാൻ എൻ്റെ കണ്ണ് അടച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മുമ്പിലുള്ള പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. ഇല്ല എന്ന് വരികിൽ, അത് പരിഹരിക്കുവാൻ മനസ്സില്ല എന്ന് വരികിൽ, മുകളിൽ പറഞ്ഞ 4 കൂട്ടം കാര്യങ്ങളിൽ നമ്മളിൽ വ്യാപരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ഇതല്ല, അതിന് ദൈവം തന്നെ ഇടപെട്ടെങ്കിലേ പതിയാവുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ടാണോ ഒരു കൈ ഉയർത്തിയത്? ആ, ഓക്കെ. അറിയാതെ ചെയ്തതല്ല മോനെ, അത് പറഞ്ഞത് ശരിയാണെന്ന് സപ്പോർട്ട് ചെയ്തതാ ആരോ സഹോദരൻ. ഓക്കെ സോറി. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമായിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടേ മുന്നോട്ട് പോകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കത് പരിഹരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ മുകളിൽ പറഞ്ഞ 4 കൂട്ടം കാര്യങ്ങൾ നമുക്കില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കൈകളിലിരിക്കുന്ന ബൈബിളിൽ, നാം തുറന്നു വച്ചിരിക്കുന്ന ബൈബിളിൽ, ഈ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ ആ 2-ാമത്തെ വാക്യത്തിൽ ആ യൂണിറ്റി എന്ന പദം വരുന്നിടത്തെല്ലാം ഒന്ന് അടിവരയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറയാം, എനിക്ക് ഏക മനസ്സാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്നു രാത്രി ഞാൻ പറയട്ടെ, ദൈവസഭയായിട്ട് ഞാനും നിങ്ങളും ഒരുപോലെ കൈ ചേർത്ത് പിടിക്കും. പൗലോസ് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, പരസ്പരം സ്നേഹചുംബനം ചെയ്യുക. നമ്മൾ പരസ്പരം സ്നേഹചുംബനം ചെയ്യും, നമ്മൾ പരസ്പരം ഹൃദയം കൊണ്ടൊന്നാകും, നമ്മൾ ആ യൂണിറ്റിയിൽ മുന്നോട്ട് പോകും. ഒന്ന് വിചാരിച്ച് നോക്കുക, ഞാനും നിങ്ങളും കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ എടുക്കുവാൻ പോകുന്നതിന് മുമ്പേ ചേർന്ന് വന്ന് നമ്മുടെ കരങ്ങൾ കൊടുക്കുമ്പോൾ, ഞാനും നിങ്ങളും സഹോദര എന്നോട് ക്ഷമിക്കണം, എന്തെങ്കിലും എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ സ്വർഗം എത്രത്തോളം സന്തോഷിക്കും. രക്ഷിക്കപ്പെടുന്ന, മാനസാന്തരപ്പെടുന്ന പാപിയെ സംബന്ധിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ എത്രയോ സന്തോഷമാണ് സ്വർഗം അത് കാണുമ്പോൾ അനുഭവിക്കുന്നത്. ഇത് ദൈവമക്കളെ നമ്മളിൽ വ്യാപരിക്കുമ്പോൾ, ഞാനൊരു വാക്ക് പറയട്ടെ, നമ്മുടെ സഭ എത്ര മനോഹരമായിട്ട് തീരും, നമ്മുടെ സഭകൾ എത്ര മനോഹരമായിട്ട് തീരും. ഇത് ജനം കാണുമ്പോഴാണ് എന്ത് മനസ്സിലാക്കുന്നത്? ലോകം വീക്ഷിച്ചിട്ട് പറയും, അവരാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ജനം, നോക്ക് അവരിൽ വ്യാപരിക്കുന്ന സ്നേഹം കണ്ടോ. ഇത് ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ നമുക്ക് ഏറ്റെടുക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. ഞാൻ കൊലോസി ലേഖനത്തിൽ നിന്ന് ഒരാശയം കൂടെ പറഞ്ഞ് വളരെ പെട്ടെന്ന് മുൻപോട്ട് വരട്ടെ. കൊലോസി ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരാശയം കൂടി ഞാനൊന്ന് പറയാം. 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം എന്നോട് ശ്രദ്ധിക്കുക. 3-ാം അധ്യായം 15-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒടുവിലത്തെ ഭാഗം മാത്രം ഞാൻ അങ്ങെടുക്കുക. എന്തിനാ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്? നാം പറയാറുണ്ട്, ക്രിസ്തുവിൽ നമ്മൾ ഒന്നാം, ഒരപ്പത്തിൻ്റെ അവകാശികളാണ്, ഒരൊറ്റ അപ്പത്തിൻ്റെ അവകാശികളാണ്. അതാണല്ലോ നമ്മൾ കർത്താവിൻ്റെ മേശയിൽ നിന്ന് എടുക്കുമ്പോൾ ഓർപ്പിക്കുന്ന ആത്മീക സത്യബന്ധമാണ്. വി ആർ വൺ. നമ്മൾക്കിടയിലുള്ള യൂണിറ്റിയെ കാണിക്കുന്ന, ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഇരുപക്ഷക്കാരല്ല, സകല പക്ഷക്കാരെയും ഒന്നാക്കി മാറ്റിയ ക്രിസ്തുവിൻ്റെ സ്നേഹനിമിത്തം ഞാനും നിങ്ങളും ഒന്നായിട്ട് തീർന്നിരിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സത്യമാണ് കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഞാനും നിങ്ങളും പങ്കെടുക്കുമ്പോൾ വിളിച്ചു പറയുന്ന ആത്മീക സത്യം. അത് പറയുമ്പോൾ നമുക്ക് രണ്ട് പക്ഷമായിട്ടിരിക്കുവാൻ കഴിയുകയില്ല. അതാണ് അവിടുത്തെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ. ദൈവം അതാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ പറയുകയാണ്, എനിക്ക് വളരെ യൂണിറ്റി ഉണ്ട്, എനിക്ക് ആരോടും പകയില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മേശയിൽ നിന്ന് എടുപ്പാൻ യോഗ്യനാണ്. എന്നാൽ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഞാൻ എടുക്കുകയും എൻ്റെ ഉള്ളിൽ
ഉള്ളിൽ ഇത് വച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വർഗം കാണുന്നു. അത് വളരെ ഭയപ്പെടേണ്ട വിഷയമാണ്. അപ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞു നോക്കിയേ, നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു വിഷയത്തിന് വേണ്ടിയാണ്. ഏതാ വിഷയം? ഞാൻ അതൊന്ന് പറയാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. 12-ാമത്തെ വാക്യത്തിലേക്ക് വരിക. ആ പാരഗ്രാഫ് തുടങ്ങുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ, 12:13. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ആ ഭാഗം വായിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി നമ്മെ വിളിച്ചിരിക്കുന്ന പേരുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വാക്ക് മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. ഇനിയും ബൈബിൾ തുറന്നിരിക്കുന്ന എല്ലാവരും അടുത്ത വാക്ക് നോക്കിക്കൊള്ളുക. എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. അന്യോന്യം പൊറുക്കുകയും. എഫേസ് ലേഖനത്തിൽ നാം ആ ഭാഗം ചിന്തിച്ചു പോയതാണ്. ഞാൻ അവിടേക്ക് ഇനി വന്നാൽ സമയം പോകുമെങ്കിലും ആ വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. എഫേസ് ലേഖനം നാം കണ്ടപ്പോൾ അവിടെ നാം വായിക്കുകയുണ്ടായല്ലോ, 4-ാം അധ്യായം 2-ാം വാക്യം. സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. അവിടെ ആ വിഷയത്തിൽ പൊറുക്കേണ്ടതാണ്. എന്നിട്ട് ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? കൊലോസ് ലേഖനം 3:13-ാം വാക്യം, അന്യോന്യം പൊറുക്കുകയും. അടുത്ത വാക്ക് ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. അപ്പോൾ വഴക്കുണ്ടാകാനുള്ള സാധ്യത പൗലോസ് തള്ളിക്കളയുന്നില്ല. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, നമ്മൾ ജഡത്തിലല്ലയോ ജീവിക്കുന്നത്, നമ്മൾക്കൊക്കെയും വ്യത്യസ്ത സ്വഭാവങ്ങളാണെല്ലോ ഉള്ളത്. ഇത് ഞാൻ പറയാൻ ഒരാശയം കൂടി പറയാം. നമ്മുടെ വിഷയം കുടുംബമാണല്ലോ, കുടുംബത്തിൽ നിന്നാണല്ലോ നമ്മൾ വിടുവിക്കുന്നത്. എത്രയാന്ന് പറഞ്ഞാലും ഭാര്യ ഭർത്തൃ ജീവിതത്തിനിടയിൽ ഇണക്കവും പിണക്കവും സർവ്വസാധാരണമാണ്. നമുക്കേവർക്കും അറിയാമത്. അതില്ലാതെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് നയിക്കുന്നുണ്ട്, വലിയ പിണക്കമൊന്നും ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ പോലും ചിലപ്പോൾ അത് സംഭവിക്കാൻ സാധ്യതയില്ലയോ? 100% സാധ്യതയുണ്ട്. എന്താ സാധ്യതയ്ക്ക് കാരണം? അതിൻ്റെ സാധ്യതയ്ക്ക് കാരണം ഉദാഹരണത്തിന് ഞാൻ പറയാം. എൻ്റെ ഫാമിലിയുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ആ നിലയിൽ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ കർത്താവ് ഞങ്ങളെ പുലർത്തുന്നു. എങ്കിലും ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ വളർന്നു വന്ന സാഹചര്യമല്ല എൻ്റെ ഭാര്യ വളർന്നു വന്ന സാഹചര്യം. എൻ്റെ ഭാര്യ അനുഭവിച്ചിരിക്കുന്ന നന്മയായിരിക്കില്ല ഞാൻ അനുഭവിച്ചിരുന്ന നന്മ. ഈ 2 വ്യക്തിത്വങ്ങൾ 2 നിലകളിലാണ് വ്യത്യസ്തമായ ഇടങ്ങളിൽ വ്യത്യസ്ത മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടത്. ഒരുപക്ഷെ എൻ്റെ മാതാവും പിതാവും എന്നെ വളരെ ഓമനിച്ച് എനിക്ക് വേണ്ടുന്നതൊക്കെ അതാത് സമയത്ത് പറയുമ്പോൾ വാങ്ങിച്ച് തന്ന് എന്നെ വളർത്തിയതായിരിക്കാം. പക്ഷേ എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് അവരുടെ മാതാപിതാക്കൾ യാതൊരു നിലയിലും ഒരു പരിഗണനയും കൊടുക്കാതെ, പരിഗണന എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഉടനെ വാങ്ങിച്ചു കൊടുക്കാതെ അങ്ങനെയൊക്കെ വളർന്നു വന്ന ഇല്ലായ്മയും കഷ്ടതയും ഒക്കെ അനുഭവിച്ചതായിരിക്കാം. ഇനി ഇവർ തമ്മിൽ ഒരുമിച്ച് ചേരുകയാണ് 2 വ്യക്തിത്വങ്ങൾ. ഒരാൾ എല്ലാ പോഷണത്തിലും വന്നു, ഒരാൾ ഒരു പോഷണവും ഇല്ലാതെ വന്നു. ഇവർ തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഇവർക്കിടയിൽ അല്പമായിരിക്കുന്ന വ്യത്യാസങ്ങൾ കാണും, പല എക്സ്പെക്റ്റേഷൻസ് കാണും. ഈ എക്സ്പെക്റ്റേഷൻസ് ഒന്നും സാധിക്കാതെ വരുമ്പോൾ അല്പമായ സ്വരച്ചേർച്ചയോ അഭിപ്രായ വ്യത്യാസമോ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡം വലിയ വിഷയമാണ്, പിന്നാലെയുള്ള വിഷയത്തിൽ ഞാനത് ഓർപ്പിക്കാം. ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ 2 പേരുടെയും കാഴ്ചപ്പാടുകളും വളർന്നു വന്ന സാഹചര്യവും ഒക്കെ വ്യത്യസ്തമാണ്. ഇനി ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറയാം. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ വളർന്നു വന്നിരിക്കുന്നത് ഒരു നിലവാരത്തിലായിരിക്കാം. ഞാൻ അതും മനസ്സിലാക്കാൻ പറയാം. ഞാൻ വളർന്നു വന്നതും ജനിച്ചതും ഒക്കെ ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിലാണ്. എന്നാൽ എൻ്റെ ഭാര്യ ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു ബ്രദറൻ പാരമ്പര്യത്തിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഭാര്യയ്ക്കുള്ള ബ്രദറൻ പശ്ചാത്തലം എനിക്കില്ല, അല്ല നമ്മുടെ വേർപെട്ട ഒരു പശ്ചാത്തലമില്ല. എന്നെ സംബന്ധിച്ചുള്ളത് മറ്റൊരു ആശയമാണ്. ഞാൻ മനസ്സിലാക്കിയതും കണ്ടതും കണ്ടു വളർന്നതും സ്വന്തക്കളും ബന്ധുക്കളുമെല്ലാം ഇന്നും ആ പശ്ചാത്തലത്തിലുള്ളവർ തന്നെയാണ്. എന്നാൽ ഇവിടെ നിന്ന് നോക്കുക, ഈ ആശയത്തെ ഞാൻ കൊണ്ടുവന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പോയാൽ എൻ്റെ ഭാര്യ റിജക്റ്റ് ചെയ്തിട്ട് പറയും, അത് അവിടെ വെച്ചാൽ മതി, ഇത് ദൈവമക്കൾക്ക് ഭൂഷണമല്ലെന്ന് പറയും. ഒരുപക്ഷെ എൻ്റെ ഭാര്യ പറയുന്നതിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. ഇതൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പറയുകയാണോ, എന്നാൽ നീ നിൻ്റെ വീട്ടിൽ പോയിക്കോ, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയാനാണോ അതിൻ്റെ അർത്ഥം? അല്ല, ആ വിഷയം പരിഹരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടും ഇരിക്കരുത്.
അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഈ പ്രമാണം ദൈവസഭ പാലിക്കേണ്ടതല്ലയോ? ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? പല വിഭാഗത്തിൽ നിന്ന് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നത്. നമ്മളൊക്കെ ഉള്ളത് ഇപ്പോഴല്ലയോ നാം ദൈവമക്കളും ഒറ്റ വാക്കി പറയുന്നത്. പണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഹൈന്ദവരുണ്ട്, ഹൈന്ദവരിൽ തന്നെ വിഭാഗങ്ങളുണ്ട്, ജാതികളായിട്ട് നാം ജീവിച്ചവരാണ്. വ്യത്യസ്ത സാഹചര്യങ്ങൾ, കുടുംബ പശ്ചാത്തലങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ഇതെല്ലാം ഞാനും നിങ്ങളും ചെയ്തു വന്നവരാ. അപ്പോൾ ഇതെല്ലാം വിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന നിലയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിലൊക്കെ പല ചിന്താഗതികൾ കാണാം, ആശയങ്ങൾ കാണാം. ഇതെല്ലാം നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അല്പമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ കഴിയുകയില്ല. പക്ഷേ സാധ്യതയ്ക്കുള്ള ഒരു അനുകൂലമായ നിലപാടല്ല, അത് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് പൗലോസ് പറയാം, ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ, അടുത്ത വാക്ക് നോക്കിക്കേ, തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവേൻ. അങ്ങനെ ഒരു പ്രശ്നം ഉടലെടുത്താൽ, ഭിന്നത ഉടലെടുത്താൽ, പൊറുക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ ഞാനൊരു പിണക്കം വന്ന് ഒരു വാക്ക് പറഞ്ഞു പോയി, ദുഃഖമായി പോയി. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ ആളുകൾ പറയുന്ന പോലെ ഇപ്പോഴും പറയുന്ന പോലെ കയ്യിൽ നിന്ന് പോയ കല്ലും വായിൽ നിന്ന് പോയ വാക്കും പിടിച്ചാൽ കിട്ടില്ല. ഒരാളൊരു വാക്ക് പറഞ്ഞു എന്ന് വിചാരിക്കുക, എന്താ അതിന് പ്രതിവിധി? എന്താ പ്രതിവിധി? ഞാൻ ഈ ദിവസം ഒരു ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ ആശയം പറയുമ്പോൾ മനസ്സിലാകും. പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അവിടെയുള്ള ഒരാൾ, പ്രായത്തിൽ മൂത്ത 2 പേർ തമ്മിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് അദ്ദേഹം പരസ്യമായിട്ട് ഉപയോഗിച്ച് മറ്റേ സഹോദരൻ, അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന സഹോദരൻ, അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായി അദ്ദേഹം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തൻ്റെ ഭവനത്തിൽ പോയി 4 ആഴ്ച ആ സഹോദരൻ കർത്താവിനെ ആരാധിക്കാൻ അവരുടെ സഭയിൽ ചെന്നില്ല. ചെയ്യാതിരിക്കുമ്പോൾ ഒരാഴ്ച ഞാൻ ചെല്ലുമ്പോൾ അന്ന് അവിടെ ഒരു ദൈവദാസൻ, ആ സഭയുടെ ഉത്തരവാദിത്തം വഹിക്കുന്ന അങ്കിള് പറഞ്ഞു, ഇന്ന് നമുക്ക് ആരാധന കഴിഞ്ഞ് സഹോദരനുമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടെ അവരുടെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ അദ്ദേഹം പറഞ്ഞ വാക്ക് 100% തെറ്റാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഈ ദൈവസഭ സഹോദരനോട് പറയുക, അത് വിട്ടുകള, താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ കർത്താവിന് വേണ്ടി അപേക്ഷിക്കുകയാണ്, അത് വിട്ടുകള എന്ന് പറഞ്ഞ് വേദനയായ സഹോദരനെ മടക്കിക്കൊണ്ട് വന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ആ വാക്ക് ഉപയോഗിച്ച വ്യക്തിയുടെ പിന്നാലെ 1000 തവണ പറഞ്ഞു, സഹോദര ഒറ്റ വാക്ക് പറ, ഒന്ന് പോട്ടെന്ന് പറ, ഒന്ന് ക്ഷമിക്ക്. അത് പറഞ്ഞിട്ട് അത് പറയാൻ മനസ്സില്ല. ഞാൻ ചോദിക്കട്ടെ, അത് മനസ്സില്ലെങ്കിൽ ആ വ്യാപരിക്കുന്ന ആത്മാവേദ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണമാണോ? അല്ല. പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ജഡത്തിലാണ് ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം അനുഭവിക്കുവാൻ എനിക്കൊരിക്കൽ പോലും സാധിക്കാതെ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം ജഡത്തിൻ്റെ പ്രവർത്തികളിലാണ്. അവിടേക്ക് വരാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ ഗലാത്യ ലേഖനം പോയി വീക്ഷിക്കുമ്പോൾ അവിടെ ജഡത്തിൻ്റെ പ്രവർത്തികളിൽ പറഞ്ഞു വരുമ്പോൾ പറയുന്നതുണ്ടല്ലോ, ആ പിണക്കവും ഭിന്നതയും കിടപ്പുണ്ട്. പറയട്ടെ, ഇത് നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനിടയാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് അന്യോന്യം പൊറുക്കുവാനും ക്ഷമിക്കുവാനുമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇനിയും ആ ഭാഗം അവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത ആശയത്തിലേക്ക് വന്നേ മതിയാവുകയുള്ളല്ലോ. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവമക്കളോട് എല്ലാവിധ വേദനയോടും സ്നേഹത്തോടും പറയട്ടെ, നമ്മുടെയൊക്കെ ദൈവസഭകൾ ഈ നാളുകളിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇടയിലുള്ള ഭിന്നതയാണ്, നമ്മുടെ ഇടയിലുള്ള ചെറിയ പിണക്കമ, അസൂയ, ദുർനടപ്പല്ല. ദുർനടപ്പൊക്കെ ഉണ്ടെങ്കിൽ സഡൻ സഭ ആക്ഷൻ എടുക്കും, വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കും. അങ്ങനെ നമ്മൾ മാറ്റിവെക്കും. പക്ഷേ പൗലോസ് ജഡത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ജഡത്തിൻ്റെ പ്രവൃത്തിയോ ദുർനടപ്പ്, അശുദ്ധി എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്ത് എന്ത് കിടപ്പുണ്ട്? ദുർനടപ്പ് ഈസ് ഈക്വൽ ടു പിണക്കം എന്ന് പറയണം. ദുർനടപ്പിനെ നല്ല ഗൗരവമായിട്ട് കാണുന്നെങ്കിൽ അതേ ഗൗരവമാണ് ജഡത്തിൻ്റെ പ്രവൃത്തിയായിരിക്കുന്ന ആ ഭിന്നതയ്ക്കും പിണക്കത്തിനുമുള്ളത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നു രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പിണക്കം നാം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക സഭയിലുള്ള കൂട്ടു സഹോദരനോട് ഇന്നും പിണക്കമുണ്ട് എന്ന് വരികിൽ, മുഖം മറച്ച് കളയുന്ന സ്വഭാവം നമ്മളിലുണ്ട് എങ്കിൽ അത് തെറ്റെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നു എന്ന് വരികിൽ, ഇന്നു രാത്രി നമുക്കതിനെ ഉപേക്ഷിക്കാം, നമുക്കതിനെ വേണ്ട എന്ന് വെക്കാം. ഇന്നു രാത്രി നമുക്കതിന് പരിഹാരം കാണാം. ചോദിക്കട്ടെ, നാളെ ഒരു പ്രഭാതം നമുക്ക് കാണുവാൻ കഴിയുമോ? അറിയില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ എന്തോ എൻ്റെ ഹൃദയം വല്ലാതെ
ചിന്തയിലായിരിക്കുന്ന എന്നെ പല ചിന്തകളിലേക്ക് കൊണ്ടുപോയ ഒരു വിഷയമാണ്. ഒരു യുവാവ് വാഹനത്തിനുള്ളിൽപ്പെട്ട് മണ്ണിനടിയിൽ കിടക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്ത് നിന്ന് ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങൾ ആ വാർത്ത മാത്രം ശ്രദ്ധിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇതിൻ്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ അവൻ ജീവനോടെ ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ആ ജീവനോടെ ഉണ്ട് എന്ന് ഇരിക്കട്ടെ, ജീവനോടുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം വെമ്പുന്നൊരു വെമ്പലുണ്ട്, വെമ്പുന്നൊരു വെമ്പൽ. ആ വെമ്പൽ എന്താണെന്ന് ചോദിച്ചാൽ അവനൊരല്പം വെളിച്ചം കാണണം, അല്പം ഭക്ഷണം കഴിക്കണം. അതിനേക്കാളൊക്കെ അപ്പുറമായി അവനൊറ്റ ആഗ്രഹമുള്ള അവൻ്റെ ഭാര്യയും അവൻ്റെ കുഞ്ഞിനെയും ഒന്ന് കാണണം. അതായിരിക്കില്ലയോ അവൻ്റെ ജീവിതത്തിൻ്റെ അവനൊരു പക്ഷേ അവൻ ലോകപ്രകാരം ജീവിക്കുന്ന മറ്റൊരു വിഭാഗം ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ അവൻ്റെ ഉള്ളിൽ അവൻ വിളിച്ച് പറയുന്നത് എന്തായിരിക്കും? അയ്യോ, എനിക്കതൊന്ന് കണ്ടിരുന്നെങ്കിൽ, എനിക്കതൊന്ന് കാണാൻ കഴിഞ്ഞ, ഈ പ്രശ്നമൊന്ന് പരിഹരിച്ചിരുന്നെങ്കിൽ, ഈ മണ്ണൊന്ന് മാറിയിരുന്നെങ്കിൽ, അയ്യോ എനിക്കെൻ്റെ കണ്ണിലേക്ക് ഒരല്പം വെളിച്ചം വന്നിരുന്നെങ്കിൽ എന്നവൻ എത്രയോ തവണ നിലവിളിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആത്മീക ജീവിതത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഈ ഒരു നിലവിളി നമുക്കുണ്ടോ? ഞാൻ വളരെ വേദനയോടെ പറയുക, ഈ ഒരു നിലവിളി നമുക്കുണ്ടോ? ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം, കർത്താവേ എനിക്കൊന്ന് മാറിക്കിട്ടണം, കർത്താവ് ഈ പ്രശ്നത്തിന് ഞങ്ങൾക്കൊരു പരിഹാരം തരണം, കർത്താവ് എനിക്ക് ആ വ്യക്തിയെ പോയി ഉണ്മയായിട്ട് സ്നേഹിപ്പാൻ എന്നോട് കനിവ് കാണിക്കണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായിട്ട് നമ്മുടെ ഇടയിൽ ഇടപെടട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണവും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയും മറുതലിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ നൽകി നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് മൂന്നാമത്തെ ആശയം ഞാൻ പറഞ്ഞത്, ദൈവസഭയുടെ ആ സൗന്ദര്യത്തിന് നിദാനമായിട്ടിരിക്കുന്ന വിഷയം ദൈവസഭയിലുള്ള ദൈവജനത്തിൻ്റെ യൂണിറ്റിയാണ്, ഐക്യതയാണ്. അവരിരുവരും ഒരു ദേഹമായി തീരുമെന്ന അനുഗ്രഹീതമായ കുടുംബജീവിതത്തിൻ്റെ ആശയത്തിൽ നിന്നുകൊണ്ട് ദൈവമക്കളെ നാം അറിഞ്ഞിരിക്കണം. ദൈവമക്കൾ, ദൈവസഭ യൂണിറ്റിയിൽ അധിഷ്ഠിതമായിട്ട് ഇരിക്കണം. ആ ചിന്ത നമ്മെ ഭരിക്കുവാൻ ഇടയാകട്ടെ. മൂന്നാമത്തെ ആശയത്തിന് ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഈ വിഷയം സംബന്ധിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ തിരുവചനത്തിലുണ്ട്. ഞാൻ അവിടേക്ക് പോകാതെ അവസാനിപ്പിക്കട്ടെ. നാലാമത്തെ ആശയത്തിലേക്ക് വളരെ പെട്ടെന്നൊന്ന് കടന്നു വരാം. നാലാമത്തെ ആശയത്തിൽ കടന്നു വന്ന് ആരംഭം കുറിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണല്ലോ, സമയം മുന്നോട്ട് പോകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ് നാം നാലാമത്തെ ആശയത്തിനോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇത് വളരെ ദീർഘമായിരിക്കുന്ന ഒരു വിഷയമാണ്, വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയവുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ലീഡ് ചെയ്യുന്ന പോലെ ആ വിഷയവും നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് കൃപ നൽകി സഹായിക്കട്ടെ. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ പാലിക്കപ്പെടേണ്ട അതിപ്രധാനപ്പെട്ട ഒരു പ്രമാണം പൗലോസ് പറയുന്നു. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, എങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആശയം നിങ്ങൾക്കറിയാം. ഭാര്യയോടുള്ള ബന്ധത്തിൽ ഭർത്താവിന് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ഭാര്യയ്ക്കും ധാരാളം ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് ഒരു വാക്കൂടെ ചേർത്ത് പറഞ്ഞു, അവർ തമ്മിൽ കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഭാര്യയോടുള്ള ബന്ധത്തിൽ. അത് ലോകത്തിൽ വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല, ഭർത്താവിനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. ഇനി ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ഭാര്യയെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന, ഭർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ഞാൻ ആ ഭാഗം ഞാൻ ഓർപ്പിച്ച പോലെ ഇവിടെ ആ വിഷയത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആ ഒരു വലുപ്പത്തിൽ ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും വളരെ സീനിയറായിട്ടുള്ള ആളുകളാണല്ലോ, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ മുമ്പോട്ട് പോകട്ടെ. കുടുംബജീവിതത്തിൽ ധാർമ്മികമായി സൂക്ഷിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതിന് ഒറ്റ വാക്കി ഞാൻ ഇങ്ങനെ പറയാം, there are many responsibilities among husband and wife. ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അതാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്ന നാലാമത്തെ വിഷയം, കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ഉത്തരവാദിത്തങ്ങൾ. ഇത് നാം സഭയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നു, സഭയുടെ നന്മയ്ക്ക് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും സൗന്ദര്യത്തിന് വേണ്ടി എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ കുടുംബജീവിതത്തിൽ നിൽക്കുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഉത്തരവാദിത്തങ്ങൾ ധാരാളമുണ്ട്. ഏതാ ഉത്തരവാദിത്തം എന്നുള്ളത്
ഞാൻ പറയട്ടെ, അതിന് പല ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷൻസിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ശാരീരികമായ ഉത്തരവാദിത്വം, മാനസികമായ ഉത്തരവാദിത്വം, കുടുംബപരമായ ഉത്തരവാദിത്വം, ആത്മീകമായിരിക്കുന്ന ഉത്തരവാദിത്വം, ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് പഠനവിധേയമാക്കുവാനായിട്ട് കഴിയുന്ന ഒരു വിഷയമാണ്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇവർക്ക് തമ്മിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അത് ഭർത്താവ് തന്നെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെത്ര ഭാര്യ നോക്കിയാലും ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഈ കാലഘട്ടം നിങ്ങൾക്കറിയാം, സ്ത്രീ സംവരണത്തെക്കുറിച്ചും സ്ത്രീകളുടെ പ്രാമുഖ്യത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതിലൊന്നും ബൈബിൾ എതിരല്ല. ബൈബിൾ ഒരു പ്രമാണം വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇനി നാം ഇവിടെ സൂക്ഷിച്ച്, ഇവിടെ നാം പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആ റെസ്പോൺസിബിലിറ്റീസ് അഥവാ എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഈ കുടുംബത്തിൻ്റെ നായകനും തലവനും ഈ കുടുംബത്തെ ഭരിക്കുവാനായിട്ട് ആക്കി വച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ വന്നിട്ട് പറയുകയാണ്, അച്ഛൻ ഇത്രയും ദിവസവും ഇത്രയും നാളും അങ്ങനെ ചെയ്തല്ലോ, ഇനി ഒരു കാര്യം ചെയ്യാം, അച്ഛൻ അത് ചെയ്യണ്ട, ഇനി മുതൽ അത് ഞാൻ ചെയ്യാം, അച്ഛൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. ഞങ്ങൾ തമ്മിൽ അങ്ങനെ മാനസികമായിട്ട് അങ്ങ് പൊരുത്തത്തിലായി, ഞാനതങ്ങ് സമ്മതിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, നീ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നോ അതെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം. അങ്ങനെ ഞാൻ വന്നു, രാവിലെയായി എഴുന്നേറ്റു, നേരെ അടുക്കളയിൽ പോയി അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്തു. പിള്ളേരെ സമയത്തിന് സ്കൂളിൽ വീണു. ഞാൻ ആ ശുശ്രൂഷയെല്ലാം അങ്ങ് ഏറ്റെടുത്തു. അത് ചെയ്യുന്നത് തെറ്റുണ്ടെന്ന് പറയുമല്ല കേട്ടോ. പുരുഷന്മാർ അടുക്കളയിൽ കയറുന്നത് ഒരു തെറ്റുമില്ല. അതൊക്കെ പണ്ടത്തെ ചിന്താഗതിയായിരുന്നു. അതൊന്നും തെറ്റില്ല, ഞാൻ അവിടേക്കൊന്നും വരുന്നില്ല. എന്നാൽ ഈ ആശയം മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഞാൻ എൻ്റെ ഭാര്യ സഹോദരി ചെയ്തുകൊണ്ടിരുന്ന ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ ഞാൻ ഏറ്റെടുക്കുകയും ഞാൻ ചെയ്യേണ്ടിയ സകല കാര്യങ്ങളും എൻ്റെ ഭാര്യ ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് വരിക. ഞാൻ ഒറ്റ വാക്കി പറയാം, ഒരൊറ്റ ദിവസം പോലും എന്നെക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുക. ഞങ്ങൾ തമ്മിൽ പിണക്കമൊന്നും ഉണ്ടാകത്തില്ല, പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ ഈ കുടുംബത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ നല്ല ഉച്ചയ്ക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം കിട്ടില്ല, ഇവിടുത്തെ കാര്യങ്ങൾ അസ്വസ്ഥമാകും, പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റുകയില്ല, മറ്റൊരു കാര്യങ്ങളും നടക്കേണ്ടതുപോലെ നടക്കില്ല, എല്ലാം താളം തെറ്റും, ക്രമരഹിതമായിട്ട് തീരും, ഒരസ്വസ്ഥത ഇവിടെ ഫീൽ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഞാനിതിൻ്റെ ധാർമ്മിക വശത്തേക്ക് വരുന്നില്ല, ആ വിഷയം ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. എങ്കിലും ഞാൻ ഒരു വാക്കിൽ ഇങ്ങനെ പറയാം. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു കടയിൽ പോകണമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയാം, നീ ഒരു കാര്യം ചെയ്തേ, നീ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കൂട്ടി കടയിൽ പോയിക്കോ എന്ന് ഞാൻ പറയുമോ? ഞാൻ ഒരിക്കൽ പോലും പറയില്ല. ഞാൻ പോകണം, അവിടെ ഞാൻ പോകേണ്ടിയെടുത്ത് പോകണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഐ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി. അതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഇത് ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ്. ഇതിന് യാതൊരു മാറ്റവും വരാൻ പാടില്ല. ഞാൻ അവിടെ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടട്ടെ. ഈ വിഷയത്തെ നമുക്ക് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാം. ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൽ രണ്ടുപേർ തമ്മിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരുപോലെ ചെയ്തു മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആ കുടുംബം എത്ര സന്തോഷമായിരിക്കും, എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ ഫാമിലി ലൈഫ് കാണുവാനായിട്ട്. രണ്ടുപേരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു, ആർക്കും പ്രയാസങ്ങളില്ല, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ആർക്കും അസ്വസ്ഥത വരുത്തുന്നില്ല. അവരവരുടെ കുടുംബമായിട്ട് അവരുടെ സന്തോഷത്തിൽ അവർ വളരെ ഐശ്വര്യമായിട്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പോകുമ്പോൾ ആ കുടുംബം ധന്യമാണ്. അതൊരു സൗന്ദര്യമുള്ള കുടുംബമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആശയമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഞാനിവിടെ പറഞ്ഞ് എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടട്ടെ. നമുക്ക് ഈ വിഷയം ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കണം. ദൈവസഭയിൽ ദൈവജനത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇല്ലാത്ത ഒരൊറ്റ വ്യക്തിയും ദൈവസഭയിലില്ല. നാം ആ വിഷയം പിന്നാലെ ചിന്തിക്കാം. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ആ ഭാഗത്തെ അവിടെ അവസാനിപ്പിക്കട്ടെ. നാം ഇന്ന് ചിന്തിച്ച ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കി ഞാനും നിങ്ങളും ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക നിലവിളക്കുകളുടെ സൗന്ദര്യം കെട്ടുപോകാതെ, അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടു പോകാതെ, ഞാൻ അത് നഷ്ടപ്പെടുന്നതിന് ഒരു കാരണമായിട്ട് തീരാതെ, ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധി വിനയപ്പെടാം, നമുക്ക് താഴ്ത്താം, നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. വചന കേൾവി അതിന് മുഖാന്തരമാകട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇപ്പോൾ പ്രിയ സഹോദരൻ വി സാമുവൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ക്ലാസ് കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ,